Hi, hello everyone. Welcome back to Harrison Academy. I am Rizwan Ramzan Ahmad. ഇത് നമ്മുടെ യൂട്യൂബിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ്. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ചാനലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ ഒന്നാണ്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻഷുർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് നമ്മളൊരു മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാവുക, ഇതിൻ്റെ തുടർച്ചയായിട്ട് 2-3 വീഡിയോസൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. സോ മേക്ക് ഷുവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെയ്യാം, എൻഷുർ ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് ഒപ്റ്റിമൈസേഷൻ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി. നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യും? അവിടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യും, നിങ്ങളവിടെ നിങ്ങളുടെ യൂസർ നെയിം സെറ്റ് ആണെന്നുള്ളത് കൊടുക്കും, നിങ്ങളുടെ പേര് അവിടെ കൊടുക്കും. ബയോ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ കോഡ്സോ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. നിങ്ങളൊരു കമ്പനി ഓണറോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫൗണ്ടറിനോ സിഒന്നോ ആ കമ്പനിയുടെ മെൻഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യും. ഇതുവരെ അതല്ലാതെ ചിലപ്പോൾ നിങ്ങളവിടെ ലിങ്ക്സ് കൊടുക്കും അല്ലേ? സോ അവിടെ എന്താ ചെയ്യുന്നത്? ഒരാൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നിങ്ങൾ ആരാണ് എന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യും? ഡാറ്റ നിങ്ങൾ അവിടെ കൊടുക്കും. സോ ഇതേ പ്രോസസ്സ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നടക്കുന്നുണ്ട്, റൈറ്റ്? സോ ദിസ് ഇസ് ബേസിക്കലി ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസേഷൻ. അതായത് നിങ്ങളൊരു കട തുടങ്ങുകയാണെന്ന് വെക്കാം, ഓക്കെ? സോ ആ കട തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? പെയിൻ്റ് അടിക്കും, ബോർഡ് വെക്കും, ചിലപ്പം അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും, നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ മാർക്കറ്റ് ചെയ്യും. പക്ഷെ അതിന് മുന്നേ എന്ത് ചെയ്യും? നിങ്ങൾ ആ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ പരിപാടികൾ ചെയ്യും അല്ലേ? അറ്റ്ലീസ്റ്റ് മിനിമമായിട്ടൊരു ബോർഡെങ്കിലും അവിടെ വെക്കും. ദിസ് ഇസ് ഒപ്റ്റിമൈസേഷൻ, റൈറ്റ്? സോ യൂട്യൂബിനും ഒപ്റ്റിമൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിനാണ് അല്ലേ? ആൾക്കാർ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ വീഡിയോസ് ഇറക്കും നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും. സോ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? കീവേഡ്സ് മാറ്റർ ഇൻ യൂട്യൂബ്. സോ ആ കീവേഡ്സ് നിങ്ങളുടെ ബയോയിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫൈലായിക്കോട്ടെ, നിങ്ങളുടെ നെയിമിലായിക്കോട്ടെ വരുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാന്നുള്ളത് യൂട്യൂബിനും ബാധകമാണ്, മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പറയുന്നത് പോലെ തന്നെ. സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് പറഞ്ഞു തരാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിലേക്ക് പോകാം. 2 തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് പോകാം. ജസ്റ്റ് നിങ്ങളുടെ ടാബിൽ യൂട്യൂബ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് youtube.com എന്ന് അടിക്കാം. അല്ലാതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തതിനാൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സെർച്ച് റിസൾട്ട് അവിടെ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിലേക്ക് വരാം. അല്ലാതല്ല നിങ്ങൾ ലിങ്കിന് ഡയറക്റ്റ് youtube.com എന്ന് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് നിങ്ങൾ നേരെ റീഡയറക്റ്റ് ചെയ്യും. സോ അതല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 9 ബട്ടൺ കാണാം. അവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് കാണാം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂട്യൂബിലേക്ക് എത്താം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ കാണാനായിട്ട് പറ്റും? യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ളത് കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ എന്ത് ചെയ്യാം? അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ അഥവാ യൂട്യൂബിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ടൂളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഇതിന് നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ വേണം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കണ്ടിട്ട് ഇവിടത്തേക്ക് തിരിച്ചു വരാം, ഓക്കെ? സോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറൊരു തരത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് എത്താം. ജസ്റ്റ് ഗൂഗിളിൻ്റെ ബ്രൗസറിൽ പോയിട്ട് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് ക്ലിക്ക് ചെയ്തതിനാൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടത്തേക്ക് എത്താം. സോ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണുന്നത് പോലുള്ളൊരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങളവിടെ കാണുന്നുണ്ടാവുക. സോ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രോൾ ചെയ്യാനായിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. സോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇനീഷ്യലി കാണാം ഡാഷ്ബോർഡ്, അനലിറ്റിക്സ്, കോമൻറ്റ്സ്, കണ്ടെന്നൊക്കെ പറഞ്ഞൊരു സെക്ഷൻ കാണാം. അവിടെ ഏറ്റവും താഴെയായിട്ട് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം അവിടെ കാണുന്നുണ്ടാവും. സോ നിങ്ങൾ ആ കസ്റ്റമൈസേഷൻ എന്നുള്ള ടേം ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും 3 സബ് ടേംസ് അവിടെ കാണുന്നുണ്ട്. ലേ ഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് 3 തരത്തിൽ അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട്. സോ ഈ 3 കാര്യങ്ങൾ, അതായത് ലേ ഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ തുടങ്ങിയ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒപ്റ്റിമൈസ് ചെയ്യണം. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. ബട്ട് അതിനു മുന്നേ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? എൻഷുർ ചെയ്യുക. ആൻഡ് ഇഫ് യു വാച്ച് ടിൽ നൗ, പ്ലീസ് മേക്ക് ഷുവർ യു വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ ആസ് വെൽ. ഇഫ് നോട്ട്, യു വിൽ ബി മിസ്സിംഗ് ഔട്ട് ഓൺ ഹൗ ടു ഡു ദ ഒപ്റ്റിമൈസേഷൻ. Thank you so much for watching. We'll see you in the next one. Until then, take care, stay tuned, and zero pieces.